ഓൾ. അപ്പോൾ വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. കുറച്ച് അധികമായി ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്നത്. ഇന്ന് എന്തായാലും വീഡിയോ എടുത്തേ മതിയാവുന്നുള്ള രീതിയിലാണ് ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മാക്സിമം കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും വ്ലോഗ് അങ്ങോട്ട് നല്ലോണം ഷോർട്ടായി പോയിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം നമുക്കത് സെറ്റാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ രാവിലെ എണീച്ച് ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആക്കണം, കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എന്തോ എവിടേക്കോ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേനും വീഡിയോ ഒട്ടും ലെങ്ത് ഇല്ലാത്ത പോലായി. ഞാൻ എണീറ്റ് വരുമ്പോഴത്തേനും ഉമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പൂരിയായിരുന്നു. അപ്പോൾ എനിക്ക് ചൂടോടെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം ഉമ്മ പ്ലേറ്റിലാക്കിയിട്ട് തരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂരി. അതേപോലെ ചപ്പാത്തി വലിയ ഇഷ്ടമില്ല, കാരണം നമ്മളെ വീട്ടിൽ എന്നും ചപ്പാത്തിയാണ്. അപ്പോൾ അധികം എനിക്കത് തിന്നും മടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ എഗ്ഗ് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്ന് രാവിലെ ചായക്ക് കൂട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മളെ ഗിവ് അവേൻ്റെ വിന്നറൊക്കെ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോഴും കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആരും കമൻറ്റ് ചെയ്യണ്ട. ഇൻഷാ അല്ലാ നമുക്കൊരു 20K ഫാമിലിയൊക്കെ ആയാലും ഞാൻ കുറച്ചും കൂടി നല്ല ഗിവ് അവേ ചെയ്യാൻ നോക്കട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഇപ്പം നമ്മളെ മുറ്റത്ത് മുല്ല പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്തിട്ട് റൂമിൽ വെറുതെ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സ്മെല്ല് നല്ലോണം കിട്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഇന്നലെ കഴുകി വെച്ചിട്ടുള്ള പാത്രം അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് അതാത് സ്ഥലത്ത് എടുത്ത് വെക്കാനാണ് ഫസ്റ്റ് തന്നെ നിന്നിട്ടുള്ളത്. ഈ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ലിങ്ക് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ക്ലിപ്പ് ചെയ്യട്ടോ. നല്ല ക്വാളിറ്റിയിൽ വരുന്ന പാത്രങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും എനിക്ക് ഓക്കെ ആയിട്ട് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് അധികം ഷെയർ ആക്കിയിട്ടുള്ളൂ. ഈ പാത്രമൊക്കെ, ഈ സെറാമിക്കിൻ്റെ സെറ്റായിട്ട് വരുന്ന പാത്രമൊക്കെ ഞാൻ ഏകദേശം 2 വർഷത്തോളമായി യൂസ് ചെയ്യുന്നുണ്ട്. ഞാനല്ല, ഉമ്മ. പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു ലുക്ക് തന്നെ നല്ല രസമാണ് അത് കാണാനും. അങ്ങനെ പിന്നെ രാവിലെ ആസ് യൂഷ്വൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് ഉണ്ടായത്. ഞാൻ പിന്നെ കൂടുതലായിട്ട് അങ്ങോട്ട് എപ്പോഴും ക്ലീൻ ചെയ്യുന്നതന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ അധികം ബോറടിപ്പിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ അധികം ആയിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല. ഇന്ന് നമുക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ചെയ്ത് തീർക്കാമെന്ന് പറയാൻ നമുക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ പരിപാടീസ് ഒന്നുമില്ല. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പിന്നെ വേഗം കുളിച്ചൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി നോക്കി. കാരണം സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എന്താ ചൂട്! നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ട്, ഇത്രയും ചൂടുണ്ടോ? ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. കുളിച്ചിട്ടില്ലെങ്കിൽ ഒന്നും സെറ്റാവില്ല. പിന്നെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഡൗവിൻ്റെ സ്ക്രബ് ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ സംഭവം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പം എൻ്റെ കയ്യിൽ ഭയങ്കര ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് റിവ്യൂ കണ്ടിട്ട് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ട് വാങ്ങിക്കോ. അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര സ്വീറ്റാണ്. പിന്നെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത്. ഇത് ഉമ്മ നോമ്പിൻ്റെ ടൈമിൽ ഉണ്ടാക്കി വെച്ച അച്ചാറാണ്. അപ്പം നോമ്പായതിനെ കൊണ്ട് സംഭവം അധികം ഓടാൻ നിന്നില്ല. അച്ചാറ് നോമ്പിനങ്ങനെ ചോറൊന്നും അധികാരം കഴിക്കൂല. അതുകൊണ്ടാണ് ഇത് ഇത്രയും ബാക്കി ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ മാക്സിമം പോയ ഒരു 4 ദിവസം കൊണ്ട് തന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ തീരും. കാരണം ഞാൻ വെറുതെ എടുത്ത് തിന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഉണ്ടാക്കുന്ന മാങ്ങ അച്ചാറ് അങ്ങനത്തെ ഒക്കെ. അപ്പം മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതിനോട് ഞാൻ എടുത്ത് തിന്നും. ഇന്നാണ് നമുക്ക് ലഞ്ചിന് ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് ഒരു ഉറക്കൊക്കെ ഉറങ്ങി വരുമ്പോഴത്തേനും നമുക്കൊന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടുണ്ട്. ഞാനും എൻ്റെ കസിനും കുറച്ചായി പ്ലാൻ ചെയ്യുന്നത്. ഇപ്പം നോമ്പൊക്കെ അതിനെ കൊണ്ട് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്നെന്തായാലും ഒന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ച് ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ ഓൺലൈൻ ത്രൂ പർച്ചേസ് ആക്കിയതാണ്. ഒരു പാകിസ്ഥാനി മോഡലാണ്. അടിപൊളി വെച്ചാൽ എനിക്ക് നല്ല കുറേ ഫോട്ടോസും കിട്ടി. നല്ല ഭംഗി കൊണ്ടിട്ടിട്ട് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ടൊക്കെ ഈ ചൂടിന് ബെസ്റ്റാണ്. ഞാൻ എന്തായാലും ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. ഒരു ഫ്ലോറൽ പിങ്കി ടച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഫസ്റ്റ് നമ്മളൊരു കെഫയിൽ പോയി. പിന്നെ അവിടെ ഭയങ്കര റഷായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് വേറെ കെഫയിലേക്കാണ് പോയിട്ടുള്ളത്. ഇവിടുന്ന് നമ്മളൊരു ഐസ്ക്രീം ആയിരുന്നു തിന്നത്. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടുന്ന് കുറേ നേരം സംസാരിച്ചും ഫോട്ടോ എടുത്തും കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നിങ്ങളിങ്ങനെ ഫ്രണ്ട്സായിട്ടോ കസിൻസായിട്ടൊക്കെ പുറത്ത് പോകലുണ്ടോ? പോകലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്തോ. എനിക്കിങ്ങനെ ഒരാളെ കമ്പനി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിലും ഉപരി ഞാനിപ്പോൾ അധികം ഞാനായിട്ട് തന്നെ പുറത്തു പോകാൻ നോക്കലുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന മാതിരി ആവില്ല. മീൻസ് നമുക്കൊരു ആരും ഇല്ലാണ്ട് നമുക്ക് സർവൈവ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നൊക്കെ ഒരു തോന്നലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒറ്റയ്ക്ക് പോകാനും. പിന്നെ ഇവളാണ് എൻ്റെ ബെസ്റ്റ് കമ്പനി. നമ്മളാണ് എപ്പോഴും പുറത്തു പോകുന്നതും ചില്ല് ചെയ്യുന്നതും എനിക്ക് പറ്റിയൊരു വൈബാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ മെയിനായിട്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ലല്ലോ.
അപ്പം അത് നമ്മൾ നേരത്തെ ഒരു ഐസ്ക്രീം മാത്രമാണല്ലോ കഴിച്ചത്. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതായിരുന്നു. നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ 1-2 വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോഡഡ് ഫ്രൈസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഫില്ലിംഗ് ആണ്. കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ വരുന്നതുകൊണ്ട് അത്ര ഓവർ പ്രൈസും കാര്യങ്ങളൊന്നുമല്ല. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബാക്കി നമുക്ക് ഫുള്ള് കഴിക്കാൻ പറ്റാത്തതിനോട് പാർസലും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഉപ്പ എന്നോട് കുറേ ദിവസമായി പറയുന്നത് ഭയങ്കര പെയിനാണ്, അതിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും മസാജർ ഉണ്ടോ, ഓൺലൈനിൽ നീ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പക്ക് വേണ്ടിയിട്ട് ഞാനൊരു മസാജർ അഗാരോൻ്റെ ബ്രാൻഡിൽ നിന്ന് ഓർഡർ ചെയ്തതേനു. ഇതിന് കുറേ അധികം ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം സത്യം പറഞ്ഞ ഉപ്പമാരുടെ ഏജ് മാത്രമല്ല, നമുക്ക് പോലും ഇപ്പം എൻ്റെ കേസിലാണ്, എനിക്ക് പോലും എപ്പോഴും കൈവേദനയും കാൽവേദനയൊക്കെയാണ്. അപ്പം നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് തന്നെ നമുക്കൊരു റിലാക്സേഷൻ കൊടുക്കാൻ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് അഗാരോൻ്റെ ആറ്റം ഫുൾ ബോഡി മസാജറാണ്. 5 ലെവൽസ് വരെ നമുക്ക് വൈബ്രേഷൻ കൺട്രോൾ ചെയ്യാനും പറ്റും കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പ്ലഗും കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് ഇത് യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. നമുക്കിപ്പോൾ മസാജിങ്ങിന് ഭയങ്കര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ, അതേപോലെ നമ്മളെ പാരൻസിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും നല്ല ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ ഫ്ലാറ്റ് ഹെഡ് മസാജറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒക്കെ തന്നെ ഞാൻ ഈ മെഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ടാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ രോമത്തിലൊന്നും തട്ടി നമുക്ക് വേദനയും കാര്യങ്ങളൊന്നും വരില്ല. ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നെക്കിനും അതേപോലെ ഷോൾഡറിൻ്റെ ഏരിയയിലൊക്കെയുള്ള പെയിൻ റിലീഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ അടി ചെയ്യുന്നു, എനിക്ക് ചെയ്തോണ്ടാ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ നല്ല സുഖം ഉണ്ടായിരുന്നു. നമുക്കിത് ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ടും സത്യം പറഞ്ഞാൽ ഇത് ചെയ്യാം. രണ്ടാമതായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഈ വേവ് ഹെഡ് മസാജറാണ് കേട്ടോ. ഇത് നമുക്ക് അതേപോലെ ഷോൾഡറിലുള്ള പെയിന് കാര്യങ്ങളിലൊക്കെ വേണ്ടിയിട്ടാണ് അധികം യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ മെഷും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ രോമത്തിലൊന്നും ഇത് പെട്ടിട്ട് വേദനിക്കാനോ ഒന്നും ഉണ്ടാവില്ല. മൂന്നാമതായിട്ട് ഞാൻ കാണിച്ചിരുന്നത് ഈ ബോൾ ഹെഡ് മസാജറാണ്. ഇതിപ്പോൾ മെയിനായിട്ട് നമ്മൾ തൈലും മൂവൊക്കെ യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മെഷൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കാലിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപകാരമാവും കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ രാത്രിയത്തെ കുറച്ച് ക്ലിപ്സാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഈവനിങ് അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചതിനോണ്ട് രാത്രി പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഒരു മൂവിയൊക്കെ കണ്ട് കുറച്ച് നേരം ചില്ല് ചെയ്തിരിക്കാൻ വിചാരിച്ച്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ്